ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈഫൈ ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ്. 460 വാട്ട്സ് RMS വരുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മുഴുവൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന 2.1 ആംപ്ലിഫയർ. നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ അക്രലിക് ഷീറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ ഒരു ഗോൾഡ് ലൈൻ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയർ 2.1 ആംപ്ലിഫയർ ആണ്. 3-വേ ടോൺ കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹൈഫൈ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഗൈസ്, ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് നമ്മൾ പവർ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള പവർ ഓൺ ഓഫ് സ്വിച്ചാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ട് ആംപ്ലിഫയറിൻ്റെ ഒരു മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. HI8030 ആണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ആംബിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആംപ്ലിഫയർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇൻഡിക്കേഷൻ വരും. ആംബ് റെഡി ആണെങ്കിൽ ആംബ് റെഡി എന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് USB സോക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ വരുന്നത്. നമ്മൾ ഓരോ പ്രസ് ചെയ്യുമ്പോൾ aux1, aux2, aux3 USB ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെ കൺട്രോൾ നമുക്ക് വോളിയം, രണ്ടാമത്തത് ബാസ്, മൂന്നാമത്തത് മിഡ്, നാലാമത്തത് ട്രബിൾ, അഞ്ചാമത്തത് സബാണ് വരുന്നത്. നമുക്കൊരു 3-വേ ടോൺ കൺട്രോളറാണ് ഇതിൽ വരുന്നത്. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റിയൊരു ആംപ്ലിഫയറാണ് ഇത്. നമുക്ക് ടോട്ടൽ ആംപ്ലിഫയറിൻ്റെ മാസ്റ്റർ കൺട്രോളാണ് വരുന്നത്. നമുക്കിത് ഫുള്ള് കുറച്ച് കഴിഞ്ഞാൽ സബിൻ്റെയും സ്പീക്കറിൻ്റെയും ടോട്ടലായിട്ടുള്ള വോളിയം നമുക്ക് കുറയുന്നതാണ്. ഇതൊരു ഹൈഫൈ ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയറാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ വരും. USB, aux1, aux2, aux3 അവിടെ ഏതിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ ഒരു ഇൻഡിക്കേഷൻ വരുന്നതാണ്. ഇൻഡിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആംപ്ലിഫയർ ഏത് മോഡിലാണ് നിൽക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ട്രാൻസ്ഫോമർ. ഈ ഒരു ട്രാൻസ്ഫോമർ ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. നമ്പർ 16 ആണ് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സൈസ് വരുന്നത്. 3 ഇഞ്ച് കോറ്, 4 ഇഞ്ച് ഹൈറ്റിലുള്ള ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്യുവർ കോപ്പറാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ബോബിന് PCB ബോബിനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള PCB ബോബിനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷനാണ് നമുക്ക് സബിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ 40 വോൾട്ടിൻ്റെ 8 ആംപിയറിൻ്റെ ടാപ്പിംഗ് ആണ് സബിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. 63 വോൾട്ടിൻ്റെ 10000 UF-ൻ്റെ 2 സാമ്പ കപ്പാസിറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3510 മെറ്റൽ ഡയോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 ചാനലിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണ്. ഇവിടെ 24/024 5 ആംപിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4700ൻ്റെ 2 കപ്പാസിറ്ററാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ട് സോഫ്റ്റ് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന BT ബോർഡ് ദൃശ്യ ഓഡിയോസിൻ്റെ 3-വേ BT ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു 2.1 പ്രൊട്ടക്ഷനും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ദൃശ്യ ഓഡിയോസിൻ്റെ തന്നെയാണ് പ്രൊട്ടക്ഷനും വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു 2.1 പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സബ് ഫിൽറ്റർ വിന്നർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സബ് ഫിൽറ്ററാണ്. നമുക്ക് നല്ല ഡീപ്പ് ബാസ് കിട്ടുന്ന ഒരു ഫിൽറ്ററാണ്. ഈ ഒരു ആംപ്ലിഫയറിനകത്ത് നമ്മൾ 2 ചാനലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദേവു ഓഡിയോസിൻ്റെ ഒരു TFS ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റീരിയോ ബോർഡാണ്. നമുക്കൊരു ചാനൽ 80 വാട്ട്സാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്രീക്വൻസിയും എടുക്കുന്നത് കൊണ്ട് നമുക്ക് കമ്പനി സെറ്റിൽ കേൾക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ കേൾക്കാൻ പറ്റുന്നതാണ്. സബൂഫറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുമാർ ഓഡിയോസിൻ്റെ തണ്ടർ എന്ന് പറഞ്ഞ ഒരു മോണോ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോണോ ബോർഡാണ്. നമുക്കിതിൽ 300 വാട്ട്സാണ് നമുക്ക് RMS വരുന്നത്. 300 വാട്ട്സ് RMS വരുന്നത് കൊണ്ട് നമുക്ക് 12 ഇഞ്ച് ഹെവി ആയിട്ടുള്ള ഏത് സബൂഫറും നമുക്കിതിൽ ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട്
ജി സ്റ്റാറിൻ്റെ ഒരു 4 ചാനൽ ഇൻപുട്ട് സെലക്ടർ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു ഇൻപുട്ട് സെലക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ആമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫയറിലെ ഫാന് നമ്മൾ ആംപ്ലിഫയർ ഹീറ്റായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അതിനുള്ള ഒരു ബോർഡും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് 2 ഫാനാണ് ഇതിൽ വരുന്നത്. രണ്ടിനും സെപ്പറേറ്റ് കൺട്രോളറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഏതാണോ ആദ്യം ഹീറ്റാവുന്നത് അതിനനുസരിച്ചിട്ട് ഫാന് വർക്ക് ചെയ്യുന്നതാണ്. ജി സ്റ്റാറിൻ്റെ ഇൻപുട്ട് സെലക്ടറിന് നമ്മൾ 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ബക്ക് കൺവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ബക്ക് കൺവെർട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ബക്ക് കൺവെർട്ടറാണ്. നമുക്കൊരു 3 ആമ്പിയർ മാക്സിമം കിട്ടും. ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഓക്സ് ഇൻപുട്ട് 3 ഓക്സ് ഇൻപുട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് FM-ൻ്റെ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് RC സോക്കറ്റാണ് വന്നിരിക്കുന്നത്. FM-ന് RC സോക്കറ്റ് കൊടുത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം ആൻറ്റിന കണക്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിൽ സ്പീക്കർ കണക്ടർ ബനാന ജാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ സ്പീക്കറിനും നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടായിട്ടുള്ള ബനാന ജാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കണക്ഷനും വളരെ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് സബ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറകുവശത്തായിട്ടൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് കൺട്രോളിൽ വരുന്ന ലൈറ്റിൻ്റെ സ്വിച്ചാണ്. നമ്മൾ ലൈറ്റ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുറകിലത്തെ ഫാനിൻ്റെ ഗ്രില്ലാണ്. അതും നമ്മൾ അക്രലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിനകത്ത് AC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽക്കോൺ സോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള എൽക്കോൺ സോക്കറ്റാണ്. നമ്മൾ സോക്കറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ സപ്ലൈ കോഡ് നമുക്ക് ഊരി മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫ്യൂസ് ഹോൾഡർ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്യൂസ് ഹോൾഡറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഗൈസ്, ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. ഇതിൽ നമുക്ക് നോൺ കോപ്പിറൈറ്റ് സോങ്സ് മാത്രമാണ് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ വർക്കിംഗ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ വെക്കാം. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കാണാവുന്നതാണ്. ഗൈസ്, ഈ വീഡിയോ കസ്റ്റമറുടെ വീട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ ആംപ്ലിഫയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ആംപ്ലിഫയർ റെഡി ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തും. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച്. നമ്മൾ ഓരോ പ്രസ് ചെയ്യുമ്പോൾ ഏത് മോഡലാണ് നിൽക്കുന്നത് അവിടെ നമ്മുടെ LED ഇൻഡിക്കേഷൻ വരുന്നതാണ്. ഗൈസ്, ഇതുപോലുള്ള പവർഫുള്ളായ ആംപ്ലിഫയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അവിടെ വാട്സാപ്പ് നമ്പറാണ് വെക്കുന്നത്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഫ്രീ ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.